അങ്ങനെ കന്യാകുമാരി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വെളുപ്പാങ്കാലത്ത് തന്നെ വണ്ടിയിൽ കയറിയിരുന്ന് ആർക്കും ഉറക്കമൊന്നുമില്ല. ഫോൺ കാണുന്നു, സംസാരിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അങ്ങനെ പോകുന്ന വഴി ചായ കുടിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി. എല്ലാവരും ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കണം. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. എല്ലാവരും പിന്നെ പെട്ടെന്ന് പോയി വണ്ടിയിൽ കയറി കഴിഞ്ഞ് പാട്ടിട്ടപ്പോൾ പിന്നെ ആൻറ്റിമാർ പവറായി. അവർ ഡാൻസ് കളിയും രസമുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര വൈബാണ്. അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കാനൊക്കെ. അങ്ങനത്തെ കുറച്ച് ടീംസാണിത്. അങ്ങനെ നമ്മൾ കൊല്ലത്തോട്ട് കയറിയിട്ടുണ്ട്. കൊല്ലം വഴിയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പം എല്ലായിടത്തും നന്നായിട്ട് റോഡ് പണി നടക്കുന്നത് കൊണ്ട് പൊടിയും കല്ലും മണ്ണും ഒന്നും പറയണ എന്താ പൊല്യൂഷനാണോ ആവോ. അതിൻ്റെ കൂടെ ഈ ചൂടത്തുള്ള യാത്രയും എല്ലാം ഒരു നേരം സെറ്റായിരുന്നു. അങ്ങനെ കഴിക്കാനായിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തോട്ട് വന്നു. ഇവിടെ സെൽഫ് സർവീസായിരുന്നു. നല്ല സർവീസായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, സാമ്പാറോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, നല്ല ചൂട് വെള്ളം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ പക്കയായിരുന്നു. നമ്മൾക്ക് ഒരു മലയാളികൾക്ക് ഒരു പ്രത്യേകം, നമ്മൾ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അരോചകമാണ്. അങ്ങനത്തെ ടീംസൊക്കെ ആയിരുന്നു വന്നത്. പക്ഷെ ഫുഡൊക്കെ പൊളിയായിരുന്നു. തിരുവനന്തപുരം കയറിയിട്ടുണ്ട്. ലുലു മാൾ കണ്ടപ്പോഴത്തേക്ക് അവിടെ കയറാൻ ടൈം കിട്ടിയില്ല. പോകുന്ന വഴി കയറാനായിരുന്നു. അങ്ങനെ ജസ്റ്റ് അവിടെ പാസ് ചെയ്ത് നേരെ നമ്മൾ സൂവിലോട്ടാണ് പോകുന്നത്. അങ്ങനെ സൂ എത്താറായി. അതിനുള്ള സ്റ്റാച്യു ഒക്കെ കണ്ട് അത് കറങ്ങി വേണം സൂവിൻ്റെ അവിടോട്ട് പോകാനായിട്ട്. കേരളത്തിന് തലസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞത് വേറൊരു ഫീലാണ്. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക കൾച്ചറാണ്. നമ്മളെക്കാളും ഡിഫറെൻ്റ് ആണ് അവരുടെ കൾച്ചറും സംസാരവും ഫുഡും എല്ലാം തന്നെ ഒരു തമിഴ് ടച്ച് വരുന്നതാണ്. സൂലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കഴിക്കരുതെന്ന് കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ പോകുമ്പോൾ കോമഡിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പുറകിന് ബാക്കി വീഡിയോ വരുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.